what will happen over the course of the next 66 laps. Max Verstappen is champion. ഫോർമുല 1 നമ്മൾ ഇന്ത്യക്കാർക്ക് അത്ര പരിചയമില്ലാത്ത സ്പോർട്സിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ വീഡിയോ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫോർമുല 1 അല്ലെങ്കിൽ F1 കുറിച്ച് ബേസിക് ടു അഡ്വാൻസ് ലെവലിൽ അറിയാൻ സാധിക്കും. സോ ലെറ്റ്സ് ഡീപ് ഡൈവ് ഇൻടു ഇറ്റ്. F1 അറിയപ്പെടുന്നത് പിനക്കിൾ ഓഫ് മോട്ടോർ സ്പോർട്ട് എന്നാണ്. കറൻലി 10 ടീമുകളാണ് F1 പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ എണ്ണം ഭാവിയിൽ കൂടാം. എല്ലാ വർഷത്തിൻ്റെയും മാർച്ച് ഫസ്റ്റ് വീക്കിലാണ് F1 സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ സീസൺ അവസാനിക്കുന്നത് അതേ ഇയറിലെ നവംബർ ലാസ്റ്റിലാണ്. പക്ഷേ ഇത് ചിലപ്പോഴൊക്കെ ഡിസംബർ ഫസ്റ്റ് വീക്ക് വരെ പോകാറുണ്ട്. ഈ മാർച്ച് മുതൽ ഡിസംബർ വരെയുള്ള സമയത്ത് ടോട്ടൽ 20 മുതൽ 23 റേസസ് വരെ ഉണ്ട്. ഓരോ റേസും ഗ്രാൻഡ് പ്രിക്സ് എന്നും അറിയപ്പെടും. F1 മൊത്തം 10 ടീംസുകളുണ്ട്. അതിൽ ഓരോ ടീമിനും 2 കാസ് വീതമുണ്ട്. F1 സീസൺ കഴിയുമ്പോൾ ചാമ്പ്യനെ തിരഞ്ഞെടുക്കുന്നത് പോയിന്റ്സ് വെച്ചാണ്. ഈ 23 റേസസ് കഴിയുമ്പോൾ 2 ചാമ്പ്യൻഷിപ്പ് ടൈറ്റിലാണ് കൊടുക്കുന്നത്. F1 പ്രൈമറി ആയിട്ട് 2 ചാമ്പ്യൻഷിപ്പ് ട്രോഫീസാണ് ഉള്ളത്. ഒന്ന് ഡ്രൈവേഴ്സ് ചാമ്പ്യൻഷിപ്പ്, 2 കൺസ്ട്രക്ടേഴ്സ് ചാമ്പ്യൻഷിപ്പ്. ഏത് ഡ്രൈവറാണ് മാക്സിമം പോയിന്റ്സ് നേടിയത് ആ ഡ്രൈവർക്കായിരിക്കും ഡ്രൈവേഴ്സ് ചാമ്പ്യൻഷിപ്പ് ട്രോഫി കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഏത് ടീമാണ് മാക്സിമം പോയിന്റ്സ് നേടിയത് ആ ടീമിനായിരിക്കും കൺസ്ട്രക്ടേഴ്സ് ചാമ്പ്യൻഷിപ്പ് ട്രോഫി എടുക്കുന്നത്. കൺസ്ട്രക്ടേഴ്സ് ചാമ്പ്യൻഷിപ്പിൽ ഒരു ടീമിലെ 2 ഡ്രൈവർമാരുടെ പോയിന്റ്സ് എടുക്കും. F1 കാസിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഓരോ കാസും ഡിഫറെൻ്റ് ആണ്. നമുക്ക് കാണുമ്പോൾ എല്ലാ കാസും സിമിലർ ആയിട്ട് തോന്നുമെങ്കിലും എല്ലാ ടീംസും അവരുടെ കാറുകൾ ഡിഫറെൻ്റ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എക്സാമ്പിൾ ആയിട്ട് ഫെറാറി എടുക്കുകയാണെങ്കിൽ അവർക്ക് 2 ഡ്രൈവേഴ്സ് ഉണ്ട്. ദാറ്റ് മീൻസ് അവർക്ക് 2 കാസ് ഉണ്ട്. ഈ 2 കാറുകൾക്ക് വേണ്ടി 50 ടീം മെമ്പേഴ്സ് ഉണ്ട്. ഇവർ എല്ലാ റേസ് ലൊക്കേഷൻസിലും ഇവരുടെ കൂടെ പോവുകയും ചെയ്യും. ഈ 50 മെയിൻ മെമ്പേഴ്സാണ് കാർ ഡിസൈൻ ചെയ്യുന്നതും ഡേറ്റ കളക്ട് ചെയ്യുന്നതും എന്തൊക്കെ ചേഞ്ചസ് ആണ് കാറിൽ വരുത്തേണ്ടത് എന്നും തീരുമാനിക്കുന്നതും. ഇതുകൂടാതെ 1500ഓളം ഫാക്ടറി എഞ്ചിനീയേഴ്സും ഉണ്ട്. F1 ഡ്രൈവർ മാത്രമല്ല, ഈ പറഞ്ഞ ഓരോ വർക്കേഴ്സിൻ്റെ കോൺട്രിബ്യൂഷനാണ് ഒരു ടീമിൻ്റെ സക്സസിന് കാരണം. വർഷങ്ങൾ കഴിയുമ്പോൾ കാറുകളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഈ പിക്ചറിൽ നിന്ന് മനസ്സിലാക്കാം. F1 കൊണ്ടുവരുന്ന ഓരോ റെഗുലേഷനും അനുസരിച്ചായിരിക്കണം കാർ ഡിസൈൻ ചെയ്യേണ്ടത്. ഒരു ടീമിൻ്റെ വിക്ടറിക്ക് കാറിൻ്റെ ഡിസൈൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എ വേഴ്സ്റ്റ് ഡ്രൈവർ ഇൻ ദ ബെസ്റ്റ് കാർ കുഡ് ബീറ്റ് ദ ബെസ്റ്റ് ഡ്രൈവർ ഇൻ ദ വേഴ്സ്റ്റ് കാർ. കാറിൻ്റെ എഞ്ചിനീയറിങ്ങും ഡിസൈനും പെർഫോമൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ട്രാക്സിനെ പറ്റി പറയുവാണെങ്കിൽ F1 റേസസിൽ ട്രാക്സ് കുറേ ഉണ്ട്. ഓരോ റേസും അല്ലെങ്കിൽ ഓരോ ഗ്രാൻഡ് പിക്സും നടക്കുന്നത് ഓരോ ട്രാക്സിലാണ്. ഇത് ഇറ്റലി മോൺസയിലെ ട്രാക്കാണ്. കാർ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് അതേ പോയിന്റിൽ വരുമ്പോൾ ആണ് ഒരു ലാപ്പ് ആവുന്നത്. ഇതുപോലെ ഓരോ കാറുകളും 53 ലാപ്സുകളും കംപ്ലീറ്റ് ചെയ്യണം. അത് ഏകദേശം 306 കിലോമീറ്ററോളം വരും. റേസ് ഫുൾ തീരാൻ 90 മുതൽ 120 മിനിറ്റ്സ് വരെ എടുക്കും. എന്ന് വെച്ചാൽ 2 മണിക്കൂർ വരെ എടുക്കും. F1 കാസിന് 320 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ വരെ പോകാൻ സാധിക്കും. അതുപോലെ തന്നെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ തന്നെ സ്റ്റോപ്പ് ചെയ്യാനും പറ്റും. ഈ ട്രാക്സിലെ ഓരോ ടേൺസിനും വേണ്ടി കാർസ് അതുപോലെ ഡിസൈൻ ചെയ്യണം. പിന്നെ DRS സോണുകളിൽ DRS ഓപ്പൺ ചെയ്ത് സ്പീഡ് കൂട്ടാവുന്നതാണ്. ഇനി F1 റേസ് സ്ട്രക്ചറിനെ പറ്റി പറയുവാണെങ്കിൽ റേസ് ഓർഗനൈസ് ചെയ്യുന്നത് 3 ദിവസങ്ങളിലാണ്. ഫ്രൈഡേ, സാറ്റർഡേ ആൻഡ് സൺഡേ. ഫ്രൈഡേ ടീംസ് 2 പ്രാക്ടീസ് സെക്ഷൻ ചെയ്യും. അന്ന് അവർ ട്രാക്ക് ടെസ്റ്റ് ചെയ്യാനും ട്രാക്കിനെ കുറിച്ചുള്ള ഡേറ്റ കളക്ട് ചെയ്യാനും കാർസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നും തീരുമാനിക്കും. ശനിയാഴ്ച 3ാമത്തെ ഒരു പ്രാക്ടീസ് സെക്ഷനും ഉണ്ടാകും. പിന്നീടാണ് ക്വാളിഫയിങ് റൗണ്ട്. ഈ റൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്വാളിഫയിങ് റൗണ്ടാണ് റേസ് ഡേയിൽ കാർസിൻ്റെ പൊസിഷൻ തീരുമാനിക്കുന്നത്, ഇല്ലെങ്കിൽ ഗ്രിഡ് പൊസിഷൻ എന്നും പറയും. ക്വാളിഫയിങ് റൗണ്ടിൽ ഓരോ കാർസും 3 ലാപ്സ് വീതം എടുക്കും. അതിൽ ഏറ്റവും കുറഞ്ഞ ലാപ്പ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യുന്ന 10 കാർസിനെ സെലക്ട് ചെയ്യും. അങ്ങനെയാണ് ഓരോ കാറിൻ്റെയും ഗ്രിഡ് പൊസിഷൻ തീരുമാനിക്കുന്നത്. ഈ ക്വാളിഫയിങ് റൗണ്ട് കഴിയുമ്പോൾ 20 കാറുകളിൽ നിന്ന് 10 കാറുകൾ മാത്രമേ മെയിൻ റേസിലേക്ക് ക്വാളിഫൈ ആകുള്ളൂ. ബാക്കി 10 കാറുകളും എലിമിനേറ്റ് ആകും. ക്വാളിഫൈ ആയ 10 കാർസിൻ്റെ ലാപ്പ് ടൈം എടുത്താണ് മെയിൻ റേസിലെ ഗ്രിഡ് പൊസിഷൻ തീരുമാനിക്കുന്നത്. ഇനിയാണ് റേസ് ഡേ. ഇത് സൺഡേയിലാണ് നടക്കുന്നത്. ഇവിടെയാണ് വിന്നറിനെ തീരുമാനിക്കുന്നത്. ക്വാളിഫയിങ് റൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൺഡേയിലെ റേസ് ഡേക്കുള്ള പൊസിഷനാണ് ക്വാളിഫയിങ് റൗണ്ടിൽ വരുന്നത്. നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് കാണാം, ഏറ്റവും ബാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്ക് ഓവർടേക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞായറാഴ്ചത്തെ മെയിൻ റേസ് കഴിയുമ്പോൾ ഫസ്റ്റ് വരുന്ന ഡ്രൈവർക്ക് 25 പോയിൻറ്റ്സും സെക്കൻഡ് വരുന്ന ഡ്രൈവർക്ക് 18 പോയിൻറ്റ്സും തേർഡ് വരുന്ന ഡ്രൈവർക്ക് 12 പോയിൻറ്റ്സും അങ്ങനെ 10th പ്ലേസിലുള്ള ഡ്രൈവർക്ക് 1 പോയിൻറ്റും. ഇതുകൂടാതെ മെയിൻ റേസിൽ ഫാസ്റ്റസ്റ്റ് ലാപ്പ് എടുത്താൽ 1 എക്സ്ട്രാ പോയിന്റ് കിട്ടും. ഇനി F1 കാസിലെ ടയേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 മെയിൻ ടയേഴ്സാണ് കാസിൽ ഉപയോഗിക്കുന്നത്. സോഫ്റ്റ് ടയേഴ്സ്, മീഡിയം ടയേഴ്സ്, ഹാർഡ് ടയേഴ്സ്. സോഫ്റ്റ് ടയേഴ്സിന് സ്പീഡ് നന്നായി കിട്ടും, എന്നാൽ അധിക ദൂരം കവർ ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഹാർഡ് ടയേഴ്സ് യൂസ് ചെയ്യുവാണെങ്കിൽ സ്പീഡ് സോഫ്റ്റ് ടയേഴ്സിൻ്റെ അത്രയും കിട്ടില്ല, എന്നാൽ കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റും. കാരണം ഡ്യൂറബിലിറ്റി കൂടുതലാണ് ഹാർഡ് ടയേഴ്സിന്. മീഡിയം ടയേഴ്സിന് ഇത് രണ്ടിൻ്റെയും അഡ്വാൻറ്റേജസ് ഉണ്ട്. സോഫ്റ്റ് ടയേഴ്സ് മാക്സിമം 15 ലാപ്സ് വരെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ.
എന്നാൽ ഹാർഡ് ടയർസ് 40 ലാപ്സ് വരെ യൂസ് ചെയ്യാം. ഇവിടെ നമുക്കൊരു ഡൗട്ട് വരാം, സോഫ്റ്റ് ടയർസിൽ ഇത്രയും സ്പീഡ് ലഭിച്ചിട്ടും എന്തുകൊണ്ട് ടയർസ് ചേഞ്ച് ചെയ്ത് സോഫ്റ്റ് ടയർസ് മാത്രം യൂസ് ചെയ്തു തരാം. എന്നാൽ ഓരോ തവണ ടയർസ് ചേഞ്ച് ചെയ്യുമ്പോൾ 20 മുതൽ 25 സെക്കൻഡ്സ് വരെ നഷ്ടപ്പെടും. ഈ നഷ്ടപ്പെടുന്ന ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റേസിനിടയിൽ ടയർസ് ചേഞ്ച് ചെയ്യുവാണെങ്കിൽ കാർ പിറ്റ് ലൈനിലേക്ക് എടുക്കണം. പിറ്റ് ലൈനിൽ ഓരോ ടീംസിനും ഓരോ ഗറാജ് ഉണ്ട്. ഈ ഗറാജിൽ വന്നാണ് കാർസ് ടയർസ് ചേഞ്ച് ചെയ്യുന്നത്. പിറ്റ് ലൈനിൽ ഒരു നിയമമുണ്ട്, പിറ്റ് ലൈനിലേക്ക് കയറുമ്പോൾ കാർസിൻ്റെ സ്പീഡ് 81 km/h കുറയ്ക്കണം. അത് കാരണമാണ് പിറ്റ് ലൈനിൽ കുറേ സമയം നഷ്ടപ്പെടുന്നത്. കാറിൻ്റെ 4 ടയറും ചേഞ്ച് ചെയ്യാൻ ഏകദേശം 2.4 സെക്കൻഡ്സ് മതി, വെറും 2.4 സെക്കൻഡ്സ്. ഈ 3 ടയേഴ്സും ഡ്രൈ കണ്ടീഷനിലാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ മഴയുള്ള സമയങ്ങളിൽ വെറ്റ് ടയേഴ്സ് ആണ് കാർസ് യൂസ് ചെയ്യുന്നത്. വെറ്റ് ടയേഴ്സ് 2 തരമുണ്ട്, ഒന്ന് ഇൻ്റർമീഡിയറ്റ്, 2 എക്സ്ട്രീം ടയേഴ്സ്. ചെറിയ മഴയുള്ളപ്പോൾ ഇൻ്റർമീഡിയറ്റ് ടയേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ നല്ല കടുത്ത മഴയുള്ളപ്പോൾ എക്സ്ട്രീം ടയേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. F1 റൂൾ അനുസരിച്ച് എല്ലാ കാർസും മിനിമം 2 തവണയെങ്കിലും ടയേഴ്സ് ചേഞ്ച് ചെയ്യണം. ഓരോ ടീംസും പല സ്ട്രാറ്റജി ഉപയോഗിച്ചാണ് ടയർ ചേഞ്ച് ചെയ്യുന്നത്. ചില ടീംസ് സോഫ്റ്റ് ടയറിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 15ാമത്തെ ലാപ്പിൽ ടയർ ചേഞ്ച് ചെയ്ത് വീണ്ടും സോഫ്റ്റ് ടയർ ഇട്ടിട്ട് 30ാമത്തെ ലാപ്പിൽ മീഡിയം ടയറാക്കി റേസ് കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ ചില ടീംസ് ഹാർഡ് ടയർസിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 35ാം ലാപ്പിൽ സോഫ്റ്റ് ടയർ ഇട്ട് റേസ് കംപ്ലീറ്റ് ചെയ്യും. ഇതൊക്കെ വെതർ കണ്ടീഷനും ട്രാക്കിൻ്റെ കണ്ടീഷനും നോക്കിയാണ് ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ F1 റേസിൽ കുറേ സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട്. റേസിനിടയിൽ എന്ത് സംഭവിക്കാം, ആക്സിഡൻറ്റ്സ്, ഓയിൽ ലീക്കേജ് തുടങ്ങിയ എന്ത് പ്രശ്നം വേണമെങ്കിലും സംഭവിക്കാം. ഒരു കാറിന് ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടായാൽ അത് മറ്റ് കാറുകളെ അഫക്റ്റ് ചെയ്യാതിരിക്കാനാണ് ഈ സേഫ്റ്റി മെഷേഴ്സ്. അതിൽ ഒന്നാമതാണ് ഗ്രീൻ ഫ്ലാഗ്. ഈ കൊടി വീശുമ്പോഴാണ് റേസ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെയുള്ളത് യെല്ലോ ഫ്ലാഗ്. ഇത് തന്നെ സിംഗിൾ യെല്ലോ ഫ്ലാഗുമുണ്ട്, ഡബിൾ യെല്ലോ ഫ്ലാഗുമുണ്ട്. സിംഗിൾ യെല്ലോ ഫ്ലാഗ് വീശുമ്പോൾ കാറിന്റെ മുന്നിൽ ഒരു അപകടമുണ്ട്, ഓവർടേക്കിംഗ് പാടില്ല എന്നാണ്. ഡബിൾ യെല്ലോ ഫ്ലാഗ് വീശുമ്പോൾ വണ്ടി സ്ലോ ഡൗൺ ചെയ്യണം, ഇല്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. എന്നാൽ റെഡ് ഫ്ലാഗ് കാണിച്ചാൽ അപ്പോൾ തന്നെ റേസ് നിർത്തണം, എന്നിട്ട് എല്ലാ കാർസും തിരിച്ച് പിറ്റിലേക്ക് പോകണം. ബ്ലൂ ഫ്ലാഗ് വീശിയാൽ നിങ്ങളുടെ ബാക്കിൽ ഒരു ഫാസ്റ്റസ്റ്റ് കാറുണ്ട്, അതിനെ കടത്തി വിടാനാണ്. ഇത് 3 തവണ കാണിച്ചിട്ടും കടത്തി വിട്ടില്ലെങ്കിൽ പെനാൽറ്റി വരും. ഏതെങ്കിലും ഡ്രൈവർ റേസിനിടയിൽ ഇല്ലീഗലായിട്ട് റേസ് ചെയ്യുവാണെങ്കിൽ വാർണിങ്ങിനായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്ലാഗ് വീശും. എന്നിട്ടും ഡ്രൈവർ കണ്ടിന്യൂസ് ആയിട്ട് ഇല്ലീഗൽ മൂവ്സ് ചെയ്യുവാണെങ്കിൽ ഡ്രൈവറിന് ഡയറക്റ്റ്ലി ബ്ലാക്ക് ഫ്ലാഗ് കൊടുക്കും, വിച്ച് മീൻസ് ഹീസ് ഡിസ്ക്വാളിഫൈഡ്. കാറിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് ഓറഞ്ച് ഫ്ലാഗ് കാട്ടും. ഓയിൽ ലീക്കേജ് ഓർ എന്തെങ്കിലും പാർട്സ് ഡാമേജ് ആയിട്ട് ഇരിക്കുവാണെങ്കിലും ഈ ഫ്ലാഗ് കാണിക്കും. ചെക്ക് ഫ്ലാഗ് കാണിച്ചാൽ റേസ് ഫിനിഷ് ചെയ്തു എന്നാണ്. F1 കറന്റ് 4 കാർ മാനുഫാക്ചേഴ്സ് ആണ് ഉള്ളത്: ഫെറാറി, റെനോൾട്ട്, ഹോണ്ട ആൻഡ് മെഴ്സിഡസ്. ഫെറാറി, മെഴ്സിഡസ്, റെനോൾട്ട് അവരവരുടെ എഞ്ചിനാണ് യൂസ് ചെയ്യുന്നത്. റെഡ് ബുൾ ഹോണ്ടയുടെ എഞ്ചിനും. റെനോൾട്ടിനെ ആൽപൈൻ എന്നും അറിയപ്പെടും. ബാക്കി എല്ലാ ടീംസും ഈ 4 മാനുഫാക്ചേഴ്സിൻ്റെ അടുക്കൽ നിന്നാണ് എഞ്ചിൻ വാങ്ങുന്നത്. 2026 ഓടി മിക്കവാറും ഇതിൽ ജോയിൻ ചെയ്യും. പിന്നെ ഫോർമുല 1 റെഗുലേഷൻസിൻ്റെ ഒരു കൂമ്പാരമാണ്. എല്ലാ റൂൾസും ഒരു വീഡിയോയിൽ ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾസ് കുറച്ചുണ്ട്. ഒന്ന്, കോസ്റ്റ് ക്യാപ്പ്. ഓരോ ടീംസും 135 മില്യണിൽ കൂടുതൽ ഒരു വർഷം റേസിൽ മുടക്കാൻ പാടില്ല. ഇത് ഇൻഫ്ലേഷൻ റേറ്റ് വെച്ച് ഓരോ വർഷം ചേഞ്ച് ആവും. പിന്നെ കാറിൻ്റെ ഡിസൈനിലും ഡയമെൻഷനിലും വെയ്റ്റിലും യൂസ് ചെയ്യുന്ന മെറ്റീരിയലിലും കുറേ റെഗുലേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എൻജിൻ സ്പെസിഫിക്കേഷനിൽ ഇതിനു മുൻപ് ICE 850 HP-യും ഹൈബ്രിഡ് 160 HP-യും ആയിരുന്നു. 2026 ഹൈബ്രിഡിൽ നിന്ന് വരുന്ന പവർ കൂട്ടാനും ICEയിൽ നിന്ന് വരുന്ന പവർ കുറയ്ക്കാനും ചാൻസ് ഉണ്ട്. കാറിൻ്റെ എയറോഡൈനാമിക് ടെക്നോളജിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റവന്യൂ ജനറേറ്റ് ചെയ്യാനായി F1 ടീംസിനും കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിൽ മെയിനാണ് പ്രൈസ് മണി, പിന്നീട് TV റൈറ്റ്സ് ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, പിന്നെ അഡ്വർടൈസ്മെൻറ്റ്, പിന്നെ കോൺട്രാക്ട്സും, അങ്ങനെ തുടങ്ങിയ പല വഴികളിലൂടെ ഇവർക്ക് റവന്യൂ ഉണ്ടാക്കാൻ പറ്റും. $multi-billion വാല്യൂഷനുള്ള കമ്പനീസാണ് ഓരോ F1 ടീമിനെ സ്പോൺസർ ചെയ്യുന്നത്. ഡ്രൈവേഴ്സിനും ടീം മെമ്പേഴ്സിനും മറ്റ് എഞ്ചിനീയേഴ്സിനേക്കാളും മുകളിലാണ് സ്പോൺസേഴ്സിൻ്റെ വാല്യൂ. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് F1 കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും താങ്ക്സ്. See you again.